നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ സിദ്ധ പരമ്പരയിൽ, അതേപോലെ താന്ത്രിക രീതികളിൽ ഒട്ടുമിക്കതും തുടരെ ചെയ്യുന്ന കാര്യമാണ് വശ്യം. നമ്മുടെ നിത്യജീവിതത്തിൽ പല പല കാരണങ്ങളാൽ വശ്യം ചെയ്തു വരുന്നു. അത് നല്ലതിനും ചീത്തതിനും ആ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നാം ഓരോ താന്ത്രിക കർമ്മങ്ങൾ. പക്ഷേ ശരിയായ വശ്യം, അതിൻ്റെ ഹിസ്റ്ററി, ആദ്യമായിട്ട് വശ്യം ചെയ്തത് അസുരന്മാരാണ്. അതായത് ഭഗവാൻ മഹാദേവൻ അസുരന്മാരുടെ കുലഗുരുവായിട്ടുള്ള, അതേപോലെ അസുരന്മാർക്ക് എല്ലാവിധ വിദ്യകളും തന്ത്രങ്ങളും താന്ത്രികവും പറഞ്ഞു കൊടുത്ത ശുക്ലാചാര്യരാണ്. ഈ പറയുന്ന വശ്യം എങ്ങനെ ചെയ്യണം, അതിൻ്റെ മന്ത്രം, അതിൻ്റെ രീതികൾ, അതിൻ്റെ കൂട്ടുകൾ ഒക്കെ പറയുന്നത് ശുക്ലാചാര്യരാണ്. അങ്ങനെ ഇരിക്കെ ഈ അസുരന്മാർക്ക് പാർവതീദേവിയോട്, അതായത് പാർവതീദേവിയെ വരിക്കുവാൻ വേണ്ടി, വിവാഹം കഴിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹം ഉദിച്ചു. ഒന്നോർക്കണം, സ്വയം മഹാദേവൻ്റെ അർദ്ധാംഗിനിയാണ്. അതായത് സ്വയം ഭഗവാൻ ഈ പറയുന്ന താന്ത്രിക വിദ്യകൾ, വശ്യം, എല്ലാ വിദ്യകളും പറഞ്ഞു കൊടുത്ത ശുക്ലാചാര്യർക്ക്, ആ ശുക്ലാചാര്യ അസിസ്റ്റായിട്ടുള്ള അസുരന്മാർക്ക് ഉദിച്ച ബുദ്ധിയാണ് ലോകസുന്ദരിയായിട്ടുള്ള പാർവതീദേവിയെ അവരിലേക്ക് വരിക്കണം എന്നുള്ളത്. അങ്ങനെ പാർവതീദേവി, അതായത് ഈ പറയുന്ന ത്രിശക്തിയായിട്ടുള്ള ലോകസുന്ദരിയായിട്ടുള്ള ഭാവം, അത് വരിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് ഇവർ മാതംഗി എന്ന ഭാവത്തെ ഈ പറയുന്ന ആഹാരത്തിൽ, അതായത് ഫലത്തിൽ അവർ ഈ പറയുന്ന വശ്യം ചെയ്ത് കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ പരമശിവൻ പാർവതിയോട് പറഞ്ഞു, ഇന്ന രീതിയിൽ നിന്നെ വശ്യം ചെയ്യാൻ അസുരന്മാർ ടിമ്പതി ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മാതംഗിയായിട്ടുള്ള ഭാവം എടുത്തുകൊണ്ട് പരമശിവനോട് പറഞ്ഞു, എൻ്റെ ഭക്തരല്ലേ, അവർ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലായി പാർവതി, അതായത് മാതംഗി ഭാവം. അങ്ങനെ അസുരന്മാർ തരുന്ന ആ ഫലം കഴിക്കുവാനെന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് ചെല്ലുകയും അവരെ നിഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് ലോകത്തിലെ ആദ്യത്തെ വശ്യം ചെയ്യാനുള്ള രീതി. അത് സക്സസ് ആയിട്ടില്ല. കാരണം ദേവി എവിടെ? ആ താന്ത്രികത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സ്വയം ദേവിയാണ്. ആ ദേവിയെയാണ് ഇവർ വശ്യം ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ആഗ്രഹം ദുരാഗ്രഹം എന്നുള്ള രീതിയിലായി, അവരുടെ വധവുമായി. രണ്ടാമത്തെ വശ്യം എന്ന് പറയുന്നത് അസുരന്മാർക്കെതിരെ തന്നെയാണ്. അതായത് മഹാവിഷ്ണു മോഹിനി രൂപം കൊണ്ട് എല്ലാ അസുരന്മാരെയും അമൃതിനു വേണ്ടി വശ്യം ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തത്. അപ്പോൾ വശ്യത്തിൻ്റെ
രീതികൾ നമുക്ക് മനസ്സിലായി. എന്തിനു വേണ്ടിയാണ് വശ്യം ചെയ്യുന്നത് എന്നും നമുക്ക് മനസ്സിലായി. ആദ്യത്തെയും രണ്ടാമത്തെയും വശ്യം ഈ ലോകത്ത് പ്രാക്ടിക്കലായത് ഞാൻ ഈ പറയുന്ന രണ്ടെണ്ണമാണ്. നാം എന്തിനാണ് വശ്യം ചെയ്യുന്നത്? നമ്മുടെ കൂടപ്പിറപ്പുകൾ ഏതെങ്കിലും രീതിയിൽ കൈവിട്ടു പോവുകയാണെങ്കിൽ, അവരുടെ ജീവിത രീതികൾ, ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുമ്പോഴൊക്കെ വശ്യം ചെയ്യും. ചില കമിതാക്കൾ ഒത്തുചേരുവാൻ വേണ്ടി വശ്യം ചെയ്യും. പക്ഷേ ഈ പറയുന്ന വശ്യമന്ത്രം ഇതൊക്കെ മഹാദേവൻ തന്നെ അത് കട്ട് ഓഫ് ചെയ്തു. ഇനി അങ്ങനെ ഒരു വശ്യം പ്രാക്ടിക്കലായിട്ട് ചെയ്യരുത്. ലോക നന്മയ്ക്കായിട്ട് തന്നെ ആ മന്ത്രങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം പ്രയോഗിക്കുന്ന വശ്യം എന്ന് പറഞ്ഞാൽ ചെറിയ വശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കമിതാക്കൾ തമ്മിൽ ചേരുവാനും ഭാര്യ ഭർത്ത ബന്ധം നിലനിർത്തുവാനും നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുവാനുമായി വശ്യം. പക്ഷേ ഇന്ന് നാം അത് നെഗറ്റീവ് കർമ്മങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള കാലമാണ് നാം ഇന്ന് കാണുന്നത്. അതായത് ഒരു ഭർത്താവ് നിന്നൊക്കെ മറ്റൊരു പുരുഷനുമായിട്ട് വശ്യം ചെയ്യുക, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾക്ക് വേണ്ടിയും വശ്യം ചെയ്തു വരുന്നു എന്നുള്ളതാണ്. പക്ഷേ വശ്യത്തിൻ്റെ നിയമമനുസരിച്ച് സ്വയം മഹാദേവൻ പറയുന്ന ഈ ചെറിയ വശ്യമാണെങ്കിലും അത് നല്ല കാര്യത്തിനല്ലാതെ വിനിയോഗിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് ആരാണോ ചെയ്യുന്നത് അവൻ പൂർണ്ണമായിട്ടും ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കുമെന്നുള്ളതാണ് നിയമം. കാരണം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ വേണ്ടി ബ്രഹ്മാവ് രചിച്ച ഈ പ്രകൃതിക്ക് നിയമങ്ങൾ ബാധകമാണ്. നമ്മൾ വശ്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നിയമത്തിൻ്റെ ലംഘനമുണ്ടാകുമ്പോൾ ആരാണോ അധർമ്മം അവിടെ ധർമ്മം വിജയിച്ചേ ഒക്കൂ. അതാണ് പ്രകൃതി നിയമം. അത് പരിപാലിക്ക തന്നെ പെടും. നല്ല കർമ്മങ്ങൾക്കാണെങ്കിൽ നാം ഏതൊരു ഉപാസനാമൂർത്തിയെയാണോ ഉപാസിക്കേണ്ടത് ആ ഉപാസനാമൂർത്തിയുടെ മന്ത്രസിദ്ധി നമ്മൾ കൈവന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യം ചെയ്യാനുള്ള വശ്യം നമുക്ക് ആ മന്ത്രം തന്നെ മതി. പക്ഷെ നമ്മൾ ദുഷ്കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചാൽ അതിന് നാം തന്നെ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, വശ്യം വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മൾ നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചടിക്കും. 100% അത് പ്രകൃതിയാൽ നിയമമാണ്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബന്ധു, നിങ്ങളുടെ കൂടപ്പിറപ്പ് അവൻ വഴിവിട്ട് പോകുന്നെങ്കിൽ അവനെ നേരായ വഴിയിൽ കൊണ്ടുവരുവാൻ നിങ്ങളുടെ ഏതാണോ ഉപാസനാമൂർത്തി ആ ഉപാസനാമൂർത്തിയുടെ മന്ത്രം നിങ്ങൾ ജപിച്ച് അത് സിദ്ധിയായതിന് ശേഷം നിങ്ങൾ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സിലോ നിങ്ങൾ നെയ്യ് മന്ത്രിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നേരായ വഴിക്ക് വന്നിരിക്കും. അതേസമയം നിങ്ങൾ നെഗറ്റീവിന് വേണ്ടിയിട്ടാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അതേ ഫോഴ്സ് നിങ്ങളെ നശിപ്പിച്ചു കളയും. അതാണ് മഹാദേവൻ കൽപ്പിച്ചിട്ടുള്ള ലോക താന്ത്രിക സത്യം. നാം ഉപയോഗിക്കുന്ന ഭഗവാനാണ് തന്ത്രങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അത് സിദ്ധന്മാരാൽ നമ്മളിൽ എത്തിച്ചേർന്നു. പക്ഷെ ആ തന്ത്രത്തിന്
തനതായ നിയമങ്ങളുണ്ട്, രീതികളുണ്ട്. അത് തെറ്റിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ അത് കർമ്മഫലമായിട്ട് നമ്മളിൽ അവശേഷിക്കും. അത് നമ്മൾ അനുഭവിച്ചേ തീരൂ. അത് നമ്മൾ മക്കളല്ല, നാം എന്നുള്ളൊരു വ്യക്തിയിൽ അധർമ്മമാണെങ്കിൽ അത് നമ്മിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. വശം ചെയ്യുക വളരെ എളുപ്പമാണ്. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നല്ലതിന് വേണ്ടി ചെയ്താൽ അത് 100% ഉറപ്പാണ്. ആ വ്യക്തിയിൽ ആർക്കാണോ വശം ചെയ്യുന്നത് അത് ഫലവത്താവും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ തെറ്റായ വഴിയിൽ പോവുകയാണ്. ഇന്നത്തെ കാലം നാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വഴിവിട്ട ഒരു ലെവലാണ് ലൈഫ് എന്ന് പറയുന്നത്. പല ഹാബിറ്റ്സ് ഇന്നത്തെ യുവതലമുറകൾ വിനിയോഗിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നേരായ വഴി, സാത്വികമായിട്ടുള്ള വഴിയിൽ അവനെ എത്തിച്ചേർക്കുവാൻ നാം ഇത് ചെയ്തതുകൊണ്ട് നമുക്ക് ദോഷമില്ല, പാപമില്ല. പക്ഷേ ഒരു വഴിവിട്ട രീതിയിലുള്ള വശ്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഭവിഷ്യത്ത് നാം ഓരോരുത്തർ അനുഭവിച്ചേ തീരൂ. അപ്പോൾ വശ്യത്തിന് പ്രത്യേകിച്ച് മന്ത്രങ്ങൾ ഭഗവാൻ കൊടുത്തിട്ടില്ല. ഉണ്ടായിരുന്നു, പക്ഷെ അത് ആ ഒരു തലം നല്ല വഴിയിൽ പോകാത്തതുകൊണ്ട് സ്വയം മഹാദേവൻ തന്നെ അത് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമദേ ഹർ.